സംസ്ഥാനത്തെ രണ്ട് ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിൽ ഏറെക്കാലമായി നിലനിൽക്കുന്ന ഒരു പ്രശ്നമാണ് യാക്കോബായ ഓർത്തഡോക്സ് സഭാതർക്കം. പള്ളിത്തർക്കങ്ങളും കോടതി വ്യവഹാരങ്ങളും ക്രമസമാധാന പ്രശ്നങ്ങളുമായി അത് നീണ്ടുപോകുന്നു. അതിനിടയിലാണ് തർക്കം നിലനിൽക്കുന്ന എറണാകുളം, പാലക്കാട് ജില്ലകളിലെ 6 പള്ളികൾ കലക്ടർമാർ ഏറ്റെടുക്കണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കഴിഞ്ഞ ദിവസം റദ്ദാക്കിയത്. ഒരു നൂറ്റാണ്ടിന് മുകളിൽ വ്യവഹാരം നടത്തിയിട്ടും പരിഹാരമാകാത്ത തർക്കമാണത്. ഇതിൻ്റെ അടിസ്ഥാനം പരിശോധിച്ചാൽ വിശ്വാസപരമായ തർക്കങ്ങളും അധികാരങ്ങളും സ്വത്തും കൈയടക്കാൻ ഇരു ചേരികൾ നടത്തിയ ശ്രമവും വിശ്വാസികളുടെ ഗതികേടും കാണാം. എന്താണ് പള്ളിത്തർക്കം? എന്നു മുതലാണ് അത് തുടങ്ങിയത്? ആരൊക്കെയാണ് ഇതിൻ്റെ ഭാഗമാകുന്നത്? അല്പം സങ്കീർണമായ ചരിത്രമാണ്, നമുക്ക് പരിശോധിക്കാം. 1912 മെത്രാൻ കക്ഷി കാത്തോലിക്കറ്റ് രൂപീകരിക്കുന്നത് വരെ മലങ്കര സഭയ്ക്ക് കീഴിൽ ഒന്നായിരുന്നവരാണ് ഇപ്പോൾ തെരുവിൽ തമ്മിലടിക്കുന്ന ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗങ്ങൾ. വിശ്വാസത്തിലോ ആചാരത്തിലോ വേഷത്തിലോ യാതൊരു വ്യത്യാസവും ഇവർക്കിടയിലില്ല. 1653 ജനുവരി 3 മട്ടാഞ്ചേരിയിൽ വെച്ച് മലങ്കരയിലെ മാർത്തോമ നസ്രാണികൾ പോർച്ചുഗീസ് അധിനിവേശത്തിനും ലത്തീൻ വൽക്കരണത്തിനുമെതിരെ നടത്തിയ ചരിത്രപ്രസിദ്ധമായ പ്രതിജ്ഞയാണ് കൂനൻ കുരിശ് സത്യം എന്നറിയപ്പെടുന്നത്. മലങ്കര സഭയുടെ പൗരാണികത മുറുകെ പിടിക്കുമെന്നും റോമൻ പാപ്പയുടെ കീഴിലുള്ള വിദേശ പാതിരിമാരുടെ കീഴിൽ പ്രവർത്തിക്കില്ലെന്നും ഒരു വിഭാഗം വിശ്വാസികൾ സത്യം ചെയ്തു. മട്ടാഞ്ചേരിയിലെ കൂനൻ കുരിശിൽ ആലാത്ത് അഥവാ കയർ കെട്ടി വലിച്ചു പിടിച്ചായിരുന്നു ഇവരുടെ ആണയിടൽ. കൂനൻ കുരിശ് സത്യത്തിന് പിന്നാലെ മലങ്കര സഭ പൂർണ്ണമായും റോമൻ കത്തോലിക്ക സഭയിൽ നിന്ന് വേർപെട്ടു. ഈ സംഭവത്തിന് ശേഷം സഭയിൽ പഴയ കൂറ്റുകാർ അഥവാ കത്തോലിക്കരോടൊപ്പം നിന്നവർ, പുത്തൻ കൂറ്റുകാർ അഥവാ വേർപെട്ടു പോയവർ എന്നിങ്ങനെ വലിയ പിളർപ്പുണ്ടായി. 1665 അന്ത്യോഖ്യയിൽ നിന്ന് വന്ന യാക്കോബായ മെത്രാനായ മാർ ഗ്രിഗോറിയോസിനെ 1-ാം മാർത്തോമയായ ആർച്ച് ഡീക്കൻ തോമയുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചതോടെയാണ് യാക്കോബായ വിശ്വാസം കേരളത്തിൽ ആരംഭിക്കുന്നത്. പിന്നീട് 6-ാം മാർത്തോമയുടെ കാലത്ത് 1765 മുതൽ കത്തോലിക്ക സഭയുമായി പുനരൈക്യപ്പെടാൻ ശ്രമം നടന്നെങ്കിലും റോമിൽ നിന്നും അതിനുള്ള അനുമതി കിട്ടിയില്ല. പിന്നീട് 1818 മാവേലിക്കരയിൽ ചേർന്ന സഭാ സിനഡ് ആംഗ്ലിക്കൻ സഭയുമായി സഹകരണം പ്രഖ്യാപിക്കുകയായിരുന്നു. മാവേലിക്കരയിൽ തന്നെ ചേർന്ന 1836 സിനഡ് പിന്നീട് ആംഗ്ലിക്കൻ വിശ്വാസത്തെ തള്ളിപ്പറയുന്നതിനും ചരിത്രം സാക്ഷിയായി. അത് സഭയിൽ വലിയ പ്രതിസന്ധിക്കും പിന്നാലെ കടുത്ത ആഭ്യന്തര കലഹത്തിനും വഴിതെളിച്ചു. പ്രശ്നപരിഹാരത്തിനായി ആദ്യമായി അന്ത്യോക്യൻ പാത്രിയർക്കീസിനെ തന്നെ കേരളത്തിലേക്ക് കൊണ്ടുവരേണ്ടി വന്നു. 1876 പത്രോസ് 3-ാമൻ പാത്രിയർക്കീസ് മുളന്തുരുത്തി സൂനഹദോസ് വിളിച്ച് ചേർക്കുകയുണ്ടായി. ഈ സമ്മേളനമാണ് സഭയിൽ അന്ത്യോക്യൻ ആരാധനാക്രമവും സഭാ നിയമവും ഔദ്യോഗികമായി അംഗീകരിക്കുന്നത്. അന്നാണ് പാത്രിയർക്കീസ് നവീകരണ വിഭാഗത്തിന് മുടക്ക് കൽപ്പിച്ചത്. അതോടെ യാക്കോബായ സഭ പിളർന്ന് മാർത്തോമ സഭയുണ്ടായി. സഭയിലെ അന്നത്തെ പ്രതിസന്ധി പാത്രിയർക്കീസ് പരിഹരിച്ചെങ്കിലും ആ വേദിയാണ് ഇന്നത്തെ സഭാതർക്കത്തിൻ്റെ പ്രധാന കാരണം. മലങ്കര സഭയുടെ ആത്മീയ അധ്യക്ഷൻ എന്നതിലുപരി സഭയുടെ ആസ്തികൾ തൻ്റെ കീഴിലാണെന്ന പാത്രിയർക്കീസിൻ്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ വലിയ വിവാദമാണ് ഉണ്ടായത്. അന്നത്തെ മലങ്കര മെത്രാപ്പോലിത്ത വട്ടശ്ശേരി 6-ാം ദിവന്യാസ്യോസിൻ്റെ നേതൃത്വത്തിൽ ഇതിനെതിരെ പ്രതിഷേധിച്ച് ഒരു വിഭാഗം രംഗത്തെത്തി. ഇതോടെ കേരളത്തിലെ യാക്കോബായ സഭ 2 വിഭാഗമായി പിളർന്നു. അന്ത്യോക്യൻ പാത്രിയർക്കീസിനെ അനുകൂലിക്കുന്നവർ ബാവ കക്ഷിയെന്നും വട്ടശ്ശേരി മെത്രാപ്പോലിത്തയെ അനുകൂലിച്ചവർ മെത്രാൻ കക്ഷിയെന്നും പിന്നീട് അറിയപ്പെട്ടു. ഇതിൽ ബാവ കക്ഷി പിന്നീട് യാക്കോബായ എന്നും മെത്രാൻ കക്ഷി ഓർത്തഡോക്സ് എന്നും 2 സഭകളായി മാറി. തുടർന്ന് 1912 മെത്രാൻ കക്ഷി മലങ്കരയിൽ കാത്തോലിക്കറ്റ് സ്ഥാപിച്ചു. മാർത്തോമയുടെ സിംഹാസനം നിലവിൽ വന്നതായി പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ അപ്പോഴത്തെ അന്ത്യോക്യൻ പാത്രിയർക്കീസ് അബ്ദുള്ള കാത്തോലിക്കേറ്റിനും മലങ്കര മെത്രാപ്പോലീത്തയ്ക്കും മുടക്ക് കൽപ്പിച്ചു. മറുപടിയായി അബ്ദുള്ള പാത്രിയർക്കീസിൻ്റെ മുൻഗാമിയായ അബ്ദേദ് മിശിഹ പാത്രിയർക്കീസിനെ കേരളത്തിലെത്തിച്ച മെത്രാൻ കക്ഷി മുടക്ക് നീക്കലും കത്തോലിക്കേറ്റ് സ്ഥാപന പ്രഖ്യാപനവും നടത്തി. ഇതോടെ സഭയിൽ പിളർപ്പ് പൂർണ്ണമായി. ഇതോടെ ഇരു വിഭാഗവും നിയമ നടപടികളിലേക്കും കടന്നു. സഭകളെ കോടതി കയറ്റിയതിൽ പ്രധാനപ്പെട്ട കേസുകളിലൊന്ന് 3000 പൂവരാഹൻ്റെ പലിശയെ ചൊല്ലിയുള്ള വട്ടിപ്പണക്കേസായിരുന്നു. കേസിൽ നിയമ നടപടികൾ പുരോഗമിക്കുന്നതിനിടെ മെത്രാൻ കക്ഷി 1934 ഭരണഘടന രൂപീകരിച്ചു. വട്ടിപ്പണക്കേസിൽ 1958 സുപ്രീം കോടതിയുടെ അന്തിമ വിധി വന്നത്. അന്നത്തെ വിധി ഓർത്തഡോക്സ് വിഭാഗത്തിന് അനുകൂലമായിരുന്നു. പിന്നാലെ ഇതോടെ ഇരു വിഭാഗവും യോജിച്ച് പ്രവർത്തിക്കാനും തീരുമാനമായി. 1958 മുതൽ 1970 വരെ
ഇരുവിഭാഗവും യോജിച്ച് നീങ്ങി. 1934 ഭരണഘടന ഇരുവിഭാഗവും അംഗീകരിക്കുകയും ചെയ്തു. ഇതിനിടെ ബഥനി സന്യാസ വിഭാഗം കത്തോലിക്ക സഭയോട് പുനരൈക്യപ്പെട്ട് മലങ്കര കത്തോലിക്ക എന്ന പേരിൽ സഭാവിഭാഗം നിലവിൽ വന്നു. യോജിച്ചുവെങ്കിലും പിന്നീട് യാക്കോബായ ഓർത്തഡോക്സ് വിഭാഗങ്ങൾ വീണ്ടും പിളരുന്നതായിരുന്നു കാഴ്ച. 1975 അന്ത്യോക്യൻ പാത്രിയർക്കീസ് ബാവ കക്ഷിക്കും ഒരു കത്തോലിക്കയെ വാഴിച്ചു. ഇതോടെ ഒരു സഭയ്ക്ക് ഒരേ സമയം 2 കത്തോലിക്കമാർ എന്ന അസാധാരണ സാഹചര്യമുണ്ടായി. നീണ്ട കോടതി വ്യവഹാരത്തിനൊടുവിൽ 1995 സഭയുടെ ഭരണം ഭൂരിപക്ഷത്തിന് നൽകണമെന്നും 1934 ഭരണഘടന നിലനിൽക്കുമെന്നും സുപ്രീം കോടതി വിധിച്ചു. തുടർന്ന് തെരഞ്ഞെടുപ്പ് നടത്തി മലങ്കര അസോസിയേഷൻ രൂപീകരിക്കാൻ ജസ്റ്റിസ് മളിമഠ് കമ്മീഷനെ സുപ്രീം കോടതി നിയമിക്കുകയായിരുന്നു. പരുമലയിൽ വിളിച്ചു ചേർത്ത അസോസിയേഷൻ യോഗത്തിൽ ഇരുവിഭാഗത്തിൻ്റെയും കീഴിലുള്ള 1664 പള്ളികൾ പട്ടികപ്പെടുത്തി. അംഗങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രതിനിധികളെ വേണമെന്ന യാക്കോബായ വിഭാഗത്തിൻ്റെ ആവശ്യവും അംഗീകരിച്ചു. ഇരുവിഭാഗവും അംഗീകരിച്ച വോട്ടേഴ്സ് ലിസ്റ്റ് നിലവിൽ വരികയും ചെയ്തു. യാക്കോബായ വിഭാഗത്തിലെ കത്തോലിക്ക 1996 മരിച്ചതോടെ ഓർത്തഡോക്സ് വിഭാഗത്തിൻ്റെ കത്തോലിക്ക മാത്രമായിരുന്നു നിലവിലുണ്ടായിരുന്നത്. അന്നത്തെ കത്തോലിക്ക മെത്രാപ്പോലീത്ത സ്ഥാനങ്ങൾ രാജിവെച്ചു. എന്നാൽ യാക്കോബായ വിഭാഗം തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നതോടെ ഓർത്തഡോക്സ് വിഭാഗത്തിന് സഭാഭരണം ലഭിച്ചു. എന്നാൽ യാക്കോബായ സഭയ്ക്ക് വീണ്ടും കത്തോലിക്ക പാത്രിയർക്കീസ് വാഴിച്ചതും യാക്കോബായ വിഭാഗവും ഭരണഘടന ഉണ്ടാക്കിയതും വീണ്ടും കോടതി കയറി. ഒടുവിൽ 2017 സുപ്രീം കോടതി ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമായി അന്തിമ വിധി പുറപ്പെടുവിച്ചു. ആ വിധി നടപ്പാക്കി കിട്ടാനായി ഓർത്തഡോക്സ് വിഭാഗം സമർപ്പിച്ച ഹർജികളിലാണ് പള്ളികൾ പിടിച്ചെടുത്ത് ഓർത്തഡോക്സ് വിഭാഗത്തിന് കൈമാറാൻ ഹൈക്കോടതി ഉത്തരവിട്ടത്. യാക്കോബായ സഭ കൈവശം വെച്ചിരുന്ന പല പള്ളികൾ കൈമാറുകയും ചെയ്തു. തുടർന്ന് നടന്ന വ്യവഹാരങ്ങളുടെ തുടർച്ചയാണ് ഒടുവിൽ കഴിഞ്ഞ ദിവസത്തെ വിധിയിലെത്തി നിൽക്കുന്നത്. എറണാകുളം ജില്ലയിലെ പുളിന്താനം സെയിൻറ്റ് ജോൺസ് ബെസ്വാഗെ പള്ളി, ഓടക്കാലി സെയിൻറ്റ് മേരീസ് പള്ളി, മഴുവന്നൂർ സെയിൻറ്റ് തോമസ് പള്ളി, പാലക്കാട് ജില്ലയിലെ മംഗലഡാം സെയിൻറ്റ് മേരീസ് പള്ളി, എരിക്കൻചിറ സെയിൻറ്റ് മേരീസ് പള്ളി, ചെറുകുന്നം സെയിൻറ്റ് തോമസ് പള്ളി എന്നീ പള്ളികൾ അതത് കലക്ടർമാർ ഏറ്റെടുക്കണമെന്ന സിംഗിൾ ബെഞ്ചിൻ്റെ 2024 ഓഗസ്റ്റ് 30 ഇടക്കാല ഉത്തരവാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കിയത്. നിയമങ്ങളുടെ നൂലാമാലകൾക്കപ്പുറം സാധാരണ വിശ്വാസികളുടെ വൈകാരിക ബന്ധമാണ് ഓരോ ആരാധനാലയവും. അധികാരം ആർക്ക് എന്നതിനേക്കാൾ വിശ്വാസം സംരക്ഷിക്കപ്പെടണം എന്ന ആഗ്രഹമാണ് പൊതുസമൂഹത്തിനുള്ളത്.